ഹലോ കൂട്ടുകാരെ, അപ്പോൾ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി തലേദിവസം മാവെല്ലാം അരച്ച് വെച്ചിരുന്നു. മാവ് പുളിച്ച് വന്നപ്പോഴത്തേന് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് നമ്മുടെ ഇഡ്ഡലി തട്ടിലോട്ട് എണ്ണയൊക്കെ തൂവി ഇഡ്ഡലി മാവൊക്കെ ഒഴിച്ച് അതങ്ങോട്ട് അടുപ്പിലോട്ട് വെച്ചു. പിന്നെ നമുക്ക് ചട്നി ഉണ്ടാക്കണ്ടേ, അതിനാവശ്യമുള്ള തേങ്ങ തിരുമ്മി മിക്സിയുടെ ജാറിലോട്ട് ഇട്ടു. എന്നിട്ട് ഇഞ്ചി, കൊച്ചുള്ളി, ഉപ്പ്, മുളക് പൊടി, കറിവേപ്പില, ഇത്തിരി വെള്ളം കൂടി ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കുക. എന്നിട്ട് കടുക് പൊട്ടിച്ച് കൊച്ചുള്ളിയും കറിവേപ്പിലും കൂടിയിട്ട് മൂപ്പിച്ചിട്ട് അരച്ച് വെച്ചിരുന്ന തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ചൂടാക്കി എടുത്തപ്പോഴത്തേനും ചമ്മന്തി റെഡി. അങ്ങനെ രാവിലെ ചമ്മന്തിയും ഇഡ്ഡലിയായിരുന്നു, അത് കഴിച്ചു. പിന്നെ വേണ്ട കുറച്ച് നമ്മുടെ ചക്കക്കുരു ഉണ്ടായിരുന്നു, അത് നേരത്തെ ഇരുന്ന കേട്ടോ. അതെല്ലാം ക്ലീൻ ചെയ്ത് കടുക് വറുത്ത് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് മൂപ്പിച്ചിട്ട് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അല്പം ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് മൂത്തതിന് ശേഷം നമ്മുടെ അരിഞ്ഞ് വെച്ചിരുന്ന ചക്കക്കുരും കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഇത്തിരി വെള്ളം കൊണ്ട് ഒഴിച്ച് വേവിച്ചെടുത്ത നമ്മുടെ ചക്കക്കുരു മെഴുക്കോട്ട് റെഡിയാണ്. പിന്നെ മത്തി കറിയായിരുന്നു, അതും വെച്ചു. അങ്ങനെ ചക്കക്കുരു മത്തിയും കൂട്ടി ചോറുണ്ടു. അപ്പോൾ എല്ലാവർക്കും